അപ്പോൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഡബിൾ ആക്ടിങ് എഞ്ചിനാണ്. ഓക്കെ, വെർട്ടിക്കൽ എഞ്ചിനാണ്. അവിടെ കണക്റ്റിംഗ് റോഡ് ഈസ് 4.5 ടൈംസ് ദ ക്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ ലെങ്താണ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ തന്നിട്ടുണ്ട്? ദ വെയിറ്റ് ഓഫ് ദ റെസിപ്രോക്കറ്റിംഗ് പാർട്ട്, അതായത് പിസ്റ്റൺ ഈസ് 120 കിലോഗ്രാം. സ്ട്രോക്ക് അല്ലേ, സ്ട്രോക്ക് ഓഫ് ദ പിസ്റ്റൺ, സ്ട്രോക്ക് ലെങ്ത് 440 mm തന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ RPM 250 തന്നിട്ടുണ്ട്. സോ നെറ്റ് ലോഡ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു സ്റ്റീം പ്രഷർ എന്ന് പറഞ്ഞ് 25 kN തന്നിട്ടുണ്ട്. ആൻഡ് ദ ക്രാങ്ക് ഹാസ് ടേൺഡ് ആംഗിൾ അല്ലേ, ആംഗിൾ ഓഫ് 120 degree ഫ്രം ദ ടോപ്പ് ഡെഡ് സെൻറ്റർ. ഓക്കെ, തീറ്റ ആംഗിൾ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് തീറ്റ 120 degree ആംഗിൾ ടേൺ ചെയ്ത ആംഗിളും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ത്രസ്റ്റ്, പ്രഷർ ഓൺ ദ സ്ലൈഡ് ബാർ, ടാൻജൻഷ്യൽ ഫോഴ്സ്, ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ്, ടേണിംഗ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ തന്നിട്ടിരിക്കുന്നത് വാല്യൂ എടുത്തെഴുതുക. ഓക്കെ, 6 നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ് ലെങ്ത് ഓഫ്, അവരെന്ത് തന്നിട്ടുണ്ട്, സ്ട്രോക്ക് ലെങ്ത് 440 mm തന്നിട്ടുണ്ട്. അപ്പോൾ L=2R എന്ന് ക്യാപിറ്റൽ L=2R എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് ക്രാങ്കിൻ്റെ ലെങ്ത് എന്താണ് 6, അതിൻ്റെ π2. ഓക്കെ, അത് നമുക്ക് നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0.44/2. ഓക്കെ, അപ്പം ആ റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. L=2R എന്ന റിലേഷൻ. L എന്ന് പറഞ്ഞത് സ്ട്രോക്ക് ലെങ്തും R എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ലെങ്തും ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ലെങ്ത്, ക്രാങ്ക് ഷാഫ്റ്റ് അല്ല ക്രാങ്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ L=2R, അതിൽ നിന്ന് 6 ക്രാങ്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ L/2 ചെയ്താൽ മതി. അങ്ങനെയാണ് 0.44/2 0.22 mm കിട്ടിയത്. പിന്നെന്താ ഉള്ളത്, N തന്നിട്ടുണ്ട് 250 RPM. ഫോഴ്സ് അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നെറ്റ് ലോഡ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു സ്റ്റീം. നെറ്റ് ലോഡ്, അതായത് നെറ്റ് ലോഡാണ്. ഓക്കെ, റിസൾട്ടൻ ലോഡ് അതെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ എഫേർട്ടാണ് എന്ന് മനസ്സിലാക്കണം. ഡ്യൂ ടു സ്റ്റീം പ്രഷർ മൂലം ഉണ്ടാകുന്ന നെറ്റ് ലോഡ് എന്ന് പറയുമ്പോഴേക്കും ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് എല്ലാം കഴുകുകയുള്ളതാണെന്ന് ആ നെറ്റ് ലോഡിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോഴേക്കും എഫ് എന്ന് പറഞ്ഞാൽ 25 kN അറിയാം. ക്രാങ്ക് ടേൺ അപ്പ് ആംഗിൾ തീറ്റ 120 degree ഫ്രം ദ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇത് മേളിലും താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, ഏറ്റവും മുകളിൽ ടോപ്പ് ഡെഡ് സെൻറ്ററും ഏറ്റവും താഴെ ബോട്ടം ഡെഡ് സെൻറ്ററും. ഈ ഇന്നർ ഡെഡ് സെൻറ്റർ ഔട്ടർ സെൻറ്റർ പറഞ്ഞാൽ ക്രാങ്കിൻ്റെ എൻഡിൽ പറയുന്നതാണ്. ഈ ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ സിലിണ്ടറിൻ്റെ ടോപ്പിലും താഴെയാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് 120 തിരിഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ TDCയിൽ പിസ്റ്റൺ ഇരിക്കുമ്പോഴേക്കും ഇത് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. എന്താണ്, നമ്മൾ വെർട്ടിക്കലായിട്ടിരിക്കുമ്പോഴേക്കും ആ കണക്റ്റിംഗ് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി പിസ്റ്റണും ആ അലോങ് ദ ലൈനായിരിക്കും. അവിടെ നിന്ന് 120 ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്നെങ്കിൽ അവൻ ഫ്രം ദ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ 120 ആ മേക്ക് ചെയ്ത് നിൽക്കുന്നു. അതായത് നേരത്തെ തീറ്റ നമ്മൾ ചരിച്ച് വെച്ചിരുന്നത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നു. ഇവരെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതെന്ന് ഇമാജിൻ ചെയ്തത്. അപ്പോൾ തീറ്റ 120 ആണെന്ന് മനസ്സിലായി. പിന്നെ സിമിലർലി ഒമേഗ കണ്ടുപിടിക്കുക, 2πN/60 അല്ലേ. N അറിയാം, 26.18 rad/s കിട്ടി. നമുക്കറിയാം ബീറ്റ തീറ്റയും എന്നും അറിയാമെങ്കിൽ N നമുക്ക് അവർ തന്നിട്ടുണ്ട്. N=L/R എന്ന് നമ്മൾ ഒരു റിലേഷനിലാണ് പറഞ്ഞത്. കണക്റ്റിംഗ് റോഡ് ഈസ് 4.5 ടൈംസ് ദ ക്രാങ്ക് അല്ലേ. അത് L=4.5R, L/R എന്ന് പറയുമ്പോൾ 4.5. അത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം N. ഓക്കെ, അപ്പോൾ എന്നും തീറ്റ അറിയുന്നതുകൊണ്ട് സൈൻ ബീറ്റ =sin θ/n എന്ന റിലേഷൻ ഉപയോഗിച്ച് ബീറ്റ ഈസ് 11.1 degree. അവർ ആദ്യത്തെ ചോദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ത്രസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഓക്കെ, ത്രസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇനേർഷ്യ ഫോഴ്സ് FB, ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ഇനേർഷ്യ ഫോഴ്സ് ആയത് FP കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ mr² × cos θ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എല്ലാ വാല്യൂ അറിയാം. തീറ്റ അറിയാം, N അറിയാം, M അറിയാം, R അറിയാം, ഒമേഗ അറിയാം. സോ ആക്സിലറേറ്റിംഗ് ഫോഴ്സ്, അതായത് അവിടുത്തെ ഇനേർഷ്യ ഫോഴ്സ് FB. ഓക്കെ, ഇനേർഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി 11,058 N എന്ന് കിട്ടി FB. ഇപ്പോൾ ഇവിടുത്തെ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ, ഓക്കെ, അതെന്ന് പറയുന്നത് FP + mg - FB. ഓക്കെ, നേരത്തെ ഞാൻ പറയുന്നത് തെറ്റുണ്ട്. അതായത് നെറ്റ് ലോഡ് ഡ്യൂ ടു, ഓക്കെ, നെറ്റ് ലോഡ് ഡ്യൂ ടു സ്റ്റീം എന്ന് പറഞ്ഞാൽ അത് ഡ്യൂ ടു എന്താണ് ഗ്യാസ് മാത്രമാണ് കേട്ടോ, ടോട്ടൽ പിസ്റ്റൺ എഫേർട്ട് അല്ല. ഓക്കെ, സോറി, അങ്ങനെയല്ല. അപ്പോൾ FP തന്നെയാണ് തന്നിട്ടുള്ളത്. 25 kN തന്നിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ 25,000. അപ്പോൾ നോർമലി ഹൊറിസോണ്ടലിന് FP, അതായത് അവിടെ ഉണ്ടാകുന്ന ഗ്യാസും മൈനസ് ഇനേർഷ്യ കളയുമ്പോൾ കിട്ടും.
ബട്ട് വെർട്ടിക്കലാകുമ്പോഴേക്കും നമ്മൾ നോക്കാം, വെർട്ടിക്കലാകുമ്പോഴേക്കും മുകളിലും താഴോട്ട് വരുമ്പോഴേക്കും എം ജി ആ പിസ്റ്റൻ്റെ ഭാരം കൂടെ അവിടെ ഒരു എക്സ്ട്രാ ഫോഴ്സ് താഴോട്ട് ആഡപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലസ് എം ജി വന്നത്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഒരു ഹൊറിസോണ്ടൽ എഞ്ച് എഫ് പി പ്ലസ് മൈനസ് എഫ് ബി പ്ലസ് എം ജി ഇല്ലായിരുന്നു, എഫ് പി മൈനസ് എഫ് പി ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ എം ജി വെർട്ടിക്കൽ എഞ്ചിന് എം ജി ഫോഴ്സ് താഴോട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ഫോഴ്സ് ഓൺ പിസ്റ്റൺ എഫ് പി പ്ലസ് എം ജി മൈനസ് എഫ് ബി. ഓക്കെ, അപ്പോൾ 37,235 ന്യൂട്ടൺ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ത്രസ്റ്റ് ഇൻ ദ കണക്റ്റിംഗ് റോഡാണ്. ത്രസ്റ്റ് ഇൻ കണക്റ്റിംഗ് റോഡിൻ്റെ ഫോർമുല ഉണ്ട്, കാണപ്പെടാൻ പഠിച്ചാൽ മതി. എഫ് സി ഈസ് ഈക്വൽ ടു എഫ് ബൈ കോസ് ബീറ്റ. എഫ് 37,235 ബൈ ബീറ്റ അറിയാം, കോസ് ബീറ്റ. സോ എഫ് ബൈ കോസ് ബീറ്റ ത്രസ്റ്റ് എഫ് സി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പ്രഷർ ഓൺ ദ സ്ലൈഡ് ബാർ. ഓക്കെ, പ്രഷർ ഓൺ ദ സ്ലൈഡ് ബാർ ഈസ് എഫ് എൻ എഫ് ടാൻ ബീറ്റ, അതും കണ്ടുപിടിച്ചു. 7,305 ന്യൂട്ടൺ. തേർഡ് വൺ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന ക്രാങ്ക് പിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് സി സൈൻ തീറ്റ പ്ലസ് ബീറ്റ, 28,594 ന്യൂട്ടൺ. നെക്സ്റ്റ് ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ് എഫ് ആർ ദാറ്റ് റേഡിയൽ ഫോഴ്സ് ആണ് ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ് എന്ന് ഓർക്കണം. എഫ് ആർ ഈക്വൽ ടു എഫ് സി കോസ് തീറ്റ പ്ലസ് ബീറ്റ which is 24,944 Newton. And finally turning moment of shaft. Turning moment of shaft simple formula, if you know tangential force ft അത് thrust tangential force ft അറിയാമെങ്കിൽ ഇൻറ്റു അറ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ft ഇൻറ്റു ആർ ചെയ്താൽ എന്ത് കിട്ടും? ടേണിംഗ് മൊമെൻറ്റ് കിട്ടും. ft ഇൻറ്റു ആർ, ft അറിയാം, ഇൻറ്റു ആർ ദാറ്റ് ക്രാങ്കിൻ്റെ ലെങ്ത് കൊടുത്താൽ ft ടേണിംഗ് മൊമെൻറ്റ് ഡയറക്റ്റ്ലി കിട്ടും. ft ഇൻറ്റു ആർ ചെയ്താൽ മതി. ft അറിയാമെങ്കിൽ ft ഇൻറ്റു ആർ ചെയ്താൽ വിച്ച് ഈസ് 6,290. ഓക്കെ.